ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചില വാക്കുകൾ ഹിന്ദിയിലേക്ക് തർജിമ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് വാക്കുകൾ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഹിന്ദി में अनुवाद कीजिए. कस्टमर, ग्राहक, इंस्टॉलमेंट किस्त, ജോയിൻ്റ് അക്കൗണ്ട് സംയുക്ത ലേഖ, വിത്ഡ്രാവൽ നിക്കാസി അല്ലെങ്കിൽ പ്രത്യാഹാർ. അടുത്തത് ഗസറ്റഡ് ഓഫീസർ. ഇതെന്താ? രാജപത്രിത് അധികാരി. അടുത്തത് പ്രൊവിഡൻറ്റ് ഫണ്ട് ഭവിഷ്യനിധി. അടുത്തത് എൻക്വയറി, പൂച്ചത്താച്ച്, പരിപൃച്ഛ. അടുത്തെന്താ? രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചീകരണം. എൻഡോഴ്സ്മെൻറ്റ്, പൃഷ്ടാങ്കൻ. അടുത്തത് പേയ്മെൻറ്റ്, ഭുക്താൻ. അടുത്തത് സർവീസ്, സേവ. അടുത്തത് ജൂനിയർ, അവർ. അടുത്തത് എന്താ? ഇൻസ്ട്രക്ഷൻസ്, അനുദേശം അല്ലെങ്കിൽ നിർദ്ദേശം. പിന്നെ അഡ്വാൻസ്, അഗ്രി, പേശകി. അടുത്തെന്താ? പോസ്റ്റ്, പദ. അഡ്രസ്സ്, പദ അല്ലെങ്കിൽ സംബോധന. അടുത്തെന്താ? സിഗ്നേച്ചർ, ഹസ്താക്ഷർ. അടുത്തത് ക്യാഷ്, റോക്കറ്റ്, നഗദി ധൻ, നക്കത്. അടുത്തത് വെരിഫൈഡ്. വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ സത്യാപൻ കിയ. അടുത്തത് അണ്ടർ കൺസിഡറേഷൻ, വിചാരാധീൻ. അടുത്തത് അഡ്വാൻസ്, അഗ്രി. അടുത്തത് ബാങ്ക് റേറ്റ്, ബാങ്ക് ദർ. അടുത്തെന്താ? പേയ്. പേയ്ക്ക് എന്താ പറയുക? ആദാത്ത. അടുത്തത് ട്രാൻസാക്ഷൻ, സൗദ. അടുത്തത് ചാർജ് എന്ന് പറയുമ്പോൾ പ്രഭാർ. അടുത്തത് അഗ്രിമെൻറ്റ്, കരാറ് അല്ലെങ്കിൽ അനുബന്ധം. നെക്സ്റ്റ് വൺ ബാലൻസ്, ശേഷ്, സന്തുലൻ. സെയിൽ, ബിക്രി. ഡെപ്പോസിറ്റ്, ജമാ രാശി. ഇനി അടുത്തത് ഡിവിഡൻഡ്, ലാഭാംശം. അടുത്തത് ബാലൻസ്. ശേഷ സന്തുലൻ. സെയിൽ, ബിക്രി, ഡെപ്പോസിറ്റ്, ജമാരാശി, ഡിവിഡൻഡ്, ലാഭാംശം. ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് വായിക്കുക.